ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഏപ്രിൽ 23 ഇന്ന് നമ്മളെല്ലാവരും പരമ്പരാഗതമായിട്ട് ഒരു പുണ്യാളനെ ഓർക്കുന്ന ദിവസമാണ്. ഇത് ഞാൻ ഓർമ്മപ്പെടുത്താതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആഴമായിട്ട് പതിഞ്ഞിട്ടുള്ള ഒരു പുണ്യവാളനാണ്. കാരണം നമ്മുടെ അമ്മമാർ, അമ്മൂമ്മമാരൊക്കെ പാമ്പിനെ കണ്ടാൽ ഉടനടി പറയും, ഗീവർഗീസ് പുണ്യാളുടെ അടുത്ത് പോയിട്ട് വേഗം നേർച്ചയിട്. ഗീവർഗീസ് പുണ്യവാളൻ്റെ ഏതെങ്കിലും കപ്പേടയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ പണ്ട് നമ്മുടെ അമ്മാമ്മമാർ, മുത്തിയമ്മമാരൊക്കെ കൊണ്ടു നടന്ന ഒരു വിശ്വാസമാണ്. ഇന്ന് വിശുദ്ധ ജോർജ്, രക്തസാക്ഷിയായ വിശുദ്ധ ജോർജ്, അതായത് ഗീവർഗീസ് പുണ്യവാളൻ്റെ പുണ്യദിനമാണ്, ഓർമ്മ ദിനമാണിന്ന്. വിശുദ്ധ ഗീവർഗീസിൻ്റെ ചരിത്രം ഐതിഹ്യ സമ്പൂർണമാണ്. അതുകൊണ്ട് ചരിത്രവും ഐതിഹ്യവും ഇതിൽ വേർതിരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതിനെക്കുറിച്ച് കുറേ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ അമ്മാമ്മമാർ ഗീവർഗീസ് പുണ്യാളാന്ന് വിളിച്ചാൽ ഏതോ ഒരു പുണ്യവാളൻ വരും, രക്ഷിക്കുന്നുണ്ട്. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കുന്നവൻ, അല്ലാതെ നമ്മളെ രക്ഷിക്കുന്നവനല്ല. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടന്ന ഒരു ചിത്രമാണ് വെള്ള കുതിരയുടെ പുറത്ത് ഇങ്ങനെ ഒരു ഭടൻ കുന്തവുമൊക്കെ ആയിട്ട്, അതിൻ്റെ അടിയിലൊരു സാത്താൻ്റെ പ്രതിരൂപമായിട്ടൊരു സർപ്പം, ഒരു വ്യാളി എന്നൊക്കെ പറയാം. പിന്നെ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്ന ചിത്രം. ആ പെൺകുട്ടിയെയാണ് ആ സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നത്. അത് നമുക്കറിയാലോ, സർപ്പം സാത്താൻ്റെ പ്രതിരൂപമാണ്. ആ ഒരു മൃഗം ആ രാജ്യത്തെ ഉപദ്രവിച്ചപ്പോൾ ഓരോരുത്തരെ ബലി കൊടുക്കാമെന്ന് ആ രാജാവ് തീരുമാനിച്ചു അത്രേ. അങ്ങനെ പിന്നീടൊരു ഊഴം വന്നത് രാജകുമാരിക്കാണ്. അങ്ങനെയാണ് ആ രാജകുമാരി ലിബിയയെ ഈ പുണ്യവാളൻ വന്ന് രക്ഷിക്കുന്നത്. അത് ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ മനസ്സിലൊക്കെ അത് വേര് പിടിച്ച് കിടക്കുകയാണ്, പറിച്ചു മാറ്റാൻ പറ്റില്ല. പലപ്പോഴും പല വ്യാഖ്യാനങ്ങളും കേൾക്കുമ്പോൾ വിചാരിക്കും, ദൈവമേ, ഇത് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഓടി വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ വിശുദ്ധ ജോർജ്, അതായത് വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിയാണ്. അത് ചരിത്രപരമായിട്ടുള്ളൊരു വസ്തുതയാണ് കേട്ടോ. ഏഷ്യ മൈനറിൽ കപ്പദോച്ചിയയിലാണ് ജനിച്ചതെന്ന് കരുതുന്നത്. അദ്ദേഹത്തിനെ എല്ലാവരും മഹാരക്തസാക്ഷിയാണെന്നാണത്രേ സംബോധന ചെയ്യാറ്. കുറേ രാജ്യങ്ങളുടെ, പൗരസ്ത്യ രാജ്യങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോർജാണ്. കോൺസ്റ്റന്റീൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ ജോർജിൻ്റെ നാമത്തിൽ 4 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ടൂൾസിലെ വിശുദ്ധ ഗ്രിഗറി ഫ്രാൻസിൽ വിശുദ്ധ ജോർജിനോട് 6-ാം ശതാബ്ദം മുതൽ ഭക്തിയുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ചരിത്രപരമായ കാര്യങ്ങളാണെന്ന് ചുരുക്കം. ഇനി ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് സത്യം തന്നെയാണെന്ന് ബോധ്യപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് മുമ്പ് പങ്കുവെച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടി ഇന്ന് വിശുദ്ധൻ്റെ തിരുനാളല്ലേ. നമ്മുടെ കൂട്ടായ്മയിൽ ചൊവ്വാഴ്ച പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടി, അന്ന് അവൻ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അവന് ഒരു പ്രത്യേകതരം സ്വരം കേൾക്കുന്നു. ആ സ്വരം അവൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് അവൻ്റെ അമ്മേനെ കൊല്ല് എന്നാണ്. അപ്പോൾ അവരെല്ലാവരും അന്ന്, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോൾ ഒരു 8-9 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും, ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അവർ ധ്യാനം ഞാൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തോ, ഇതൊരു സൈക്കാട്രിക്കൽ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു
സൈക്കോളജിസ്റ്റിനോ ഒരു കൗൺസിലിങ്ങിന് ഞാൻ ബുക്ക് ചെയ്ത് തരാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ഫാദറിനെ ബുക്ക് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വന്ന് പറഞ്ഞു. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ആ കുട്ടി വീട്ടിലിരുന്ന് അന്ന് വരെ എൻ്റെ വീട് കണ്ടിട്ടില്ല. അവൻ വീട്ടിലിരുന്നിട്ട് പറയാണ്, എനിക്ക് ആലിസ് ചേച്ചിയുടെ വീട്ടിൽ കൂട്ടിലിരിക്കുന്ന അമ്മേനെ പോയി കാണണമെന്ന്. എന്നിട്ട് അവരുടെ അമ്മൂമ്മ വന്നിട്ട് എന്നോട് പറയാണ്, ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ എന്ന് തിങ്കളാഴ്ചയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ തിങ്കളാഴ്ചയൊന്നും വരണ്ട, ഇവിടെ ചൊവ്വാഴ്ചയാണ് പ്രയർ, അപ്പോൾ അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് അസ്വസ്ഥതയായിരുന്നു. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനല്ല കൈകാര്യം ചെയ്യേണ്ടത്. അത് ഏതെങ്കിലും ബന്ധനപരമുള്ള പുരോഹിതന്മാരോ അവരൊക്കെ ചെയ്തോട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ അന്ന് ഒഴിഞ്ഞു മാറിയത്. അവർ വിടാനുള്ള ഭാവമില്ല. അവർ പറഞ്ഞു എനിക്ക് കൂട്ടിലിരിക്കുന്ന അമ്മേനെ കാണണമെന്ന്. പക്ഷെ അന്ന് ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എൻ്റെ വീട്ടിലുള്ള മാതാവ് കൂട്ടിലാണ് ഇരിക്കുന്നതെന്ന് ആ പയ്യനെ എങ്ങനെയാണ് അറിയുക? അതൊരു കൊച്ചു പയ്യൻ, 5ാം ക്ലാസ്സിലേക്ക് ആവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന് കണ്ടോളാൻ. അപ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സ്വരം അവനോട് പറയാണ്, നിൻ്റെ അമ്മേനെ കൊല്ല്, പിന്നെ നീ മയക്കമരുന്ന് കഴിക്കുക എന്ന് സ്വരമായിട്ടാണ് പറയണത്. അപ്പോൾ അവൻ്റെ അമ്മോട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ അടുത്ത് നിന്ന് നീങ്ങിക്കിടന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊല്ലും. എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ എന്നോട് അമ്മേനെ കൊല്ലാൻ പറയുന്നുണ്ട്. എനിക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റണില്ല അമ്മേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല കാര്യമായിട്ട്, എന്താ ഈ നടക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. പിന്നെ അവരുടെ മതത്തിൽ തന്നെ ഉണ്ടല്ലോ ബാധ ഒഴിവാക്കുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്യേ. അങ്ങനെ അവർ ആ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ചരടുകൾ കെട്ടി കണ്ടമാനം കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും ഈ കുട്ടി സ്വരത്തിനോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച ഒരു 12 മണി സമയത്ത് ഈ കുട്ടി കയറി വന്നു. ഞാൻ പറഞ്ഞിരുന്നു ജപമാലയുടെ അവസാനം കണ്ട് വന്നാൽ മതി, കാരണം ആദ്യത്തിലേ വന്ന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ജപമാലയൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൻ ജപമാല കഴിയുന്ന സമയത്ത് ഒരു 12:30 മണിയാകുമ്പോൾ, പിന്നെ ബാക്കിയുള്ള പ്രാർത്ഥനകളല്ലേ. അങ്ങനെ ഈ കുട്ടി ജപമാല അവസാനിക്കുന്നതോടുകൂടി വന്നു. മാതാവിൻ്റെ അടുത്ത് തന്നെ മുട്ടുകുത്തിക്കോ എന്ന് പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമാണ് അന്നുണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ ദൈവം ഇങ്ങനെ അനുവദിച്ചത് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ആ കുഞ്ഞ് അവിടെ മുട്ടുകുത്തി നിന്ന് കൂട്ടിലിരിക്കുന്ന റോസാമിസ്റ്റിക മാതാവിനോട് തന്നെ നോക്കിയിരിക്കുകയാണ്. ജപമാല നടക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് പയ്യനെ നോക്കുമ്പോൾ അവൻ തലയാട്ടി വർത്താനം പറയുകയാണ്, ചിരിക്കുകയാണ്, ഭയങ്കര ചിരിയാണ്. അങ്ങനെ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഷോൾഡറൊക്കെ കുലുക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ചേച്ചി പയ്യനെ എന്താ കാണിക്കുന്നത്? ഞാൻ ഒന്നും നോക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ പോവുകയാണ് കേട്ടോ എന്നാണ്. അപ്പം ഞാൻ അത് വരട്ടെ, നിൻ്റെ ഉള്ളിലിരിക്കുന്നവനെ നമുക്ക് കളയണ്ടേ. അപ്പോൾ പറഞ്ഞു വേണ്ട ചേച്ചി, കൂട്ടിലിരിക്കുന്ന അമ്മ ഇറങ്ങി വന്നു, എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഉള്ളിലിരിക്കുന്നവനെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ, പൊക്കോളാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമോ നിന്നോട് എന്താ സംസാരിച്ചേ, നീ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, മാതാവ് നിൻ്റെ അടുത്ത് വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ആ കൂട്ടിലിരിക്കുന്ന അമ്മേനെ കണ്ടു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ്റെ തല ഞാൻ തകർത്തിട്ടുണ്ട് എന്ന്. എനിക്കത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു വിശ്വാസ സത്യമാണ്. ഈ വാക്ക് തന്നെയാണ്, ഈ വാചകമാണ് ആ കുട്ടി പറയുന്നത്. നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മ, ആ അമ്മ എൻ്റെ ഉള്ളിലിരിക്കുന്നതിൻ്റെ തല തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ അറിവൊക്കെ കിട്ടിയത്? ഞങ്ങളാകെ അവിടെ ഇരിക്കുന്നവരെല്ലാം കരഞ്ഞുപോയി, ഭയപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി 2 രാജകുമാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു, അവരാരാന്ന് ചോദിച്ചു. എന്നിട്ട് മിഖായേൽ മാലാഖയുടെ ഒരു കൊച്ചു സ്റ്റാച്ചു അവിടെ ഉണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനിത് ആണും പെണ്ണും ഒന്നുമല്ല, ഇത് മാലാഖയാണ്, വിശുദ്ധ മിഖായേൽ, സാത്താനെ ഓടിപ്പിക്കുന്നവനാ എന്ന് പറഞ്ഞു. ഈ മാലാഖ ഒരു വാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നന്നായി എന്തായാലും.
എന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാനൊരു രാജകുമാരനെ കണ്ടു. ഈ രാജകുമാരൻ ആലീസ് ചേച്ചി, നല്ല ഭംഗിയുള്ളൊരു രാജകുമാരൻ, പടച്ചട്ടയൊക്കെ ധരിച്ചിട്ട് വെള്ളക്കുതിരപ്പുറത്ത് ഒരു രാജകുമാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ കയ്യിലുണ്ടായിരുന്നൊരു കുന്തം. ഞാൻ പറഞ്ഞു, അത് ഏതാ രാജകുമാരൻ, ഇതാണോ എന്ന് ചോദിച്ച് വിശുദ്ധ ഗീവർഗീസിൻ്റെ ഫോട്ടോ. അത് കുറച്ച് നീങ്ങിയിട്ടായിരുന്നായിരുന്നു, അവന് കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അന്നൊരു വിശേഷ ദിവസം വരുന്നതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ആ ഫോട്ടോ അങ്ങോട്ട് ബാക്കിൽ പോയി. അപ്പം ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് അവനോട് പറഞ്ഞു, ഇതാണോ ഈ രാജകുമാരൻ? അപ്പം ഇത് തന്നെ ചേച്ചി, ഇത് തന്നെ. ഈ രാജകുമാരൻ വന്നിട്ട് പറഞ്ഞു, മോനെ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, അവനെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. വിശുദ്ധ ഗീവർഗീസിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കാരണം വിളിച്ചാൽ നമുക്ക് സ്വതവേ പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടല്ല. അമ്മമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഗീവർഗീസിൻ്റെ അടുത്തേക്ക് പോടി, എന്നിട്ട് അവിടെ നേർച്ചയിട്, ഗീവർഗീസ് പുണ്യാളം വന്നോളൂ, വർഗീസ് പുണ്യാളം വരും, അങ്ങനെയാണ് പറയുക. ഇന്നും അത് മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഓരോ കപ്പേളുകൾ കാണുമ്പോഴും കുമ്പിട്ട് നോക്കും. ബസ്സിലായാലും നടന്നായാലും പോകുമ്പോൾ ഗീവർഗീസ് പുണ്യാളം ഇരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കും, പുണ്യാള സാത്താൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ കേട്ടാ, ഈശോയോട് നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. ഈശോ കൊടുത്തിട്ടുള്ള കഴിവാണ്. കാരണം ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായവനല്ലേ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഇനി പ്രാർത്ഥിക്കണ്ടേ എന്ന് ചോദിച്ചു. വേണ്ട ചേച്ചി, പ്രാർത്ഥിക്കണ്ട, കൂട്ടിലിരിക്കുന്ന അമ്മ വന്നല്ലോ, അമ്മ വന്ന് എല്ലാം തകർത്തിട്ടുണ്ട്, തല തകർത്തിട്ടുണ്ട്, ഇപ്പം എനിക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ട് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരുമോ എന്ന് ചോദിച്ച് 1-2 പുസ്തകങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി. ഇന്ന് അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഫസ്റ്റാണ് ക്ലാസ്സിൽ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് അഴിയാത്ത കുരുക്കുകളും നമുക്ക് ബന്ധിക്കാൻ കഴിയാത്ത, അല്ലെങ്കിലും നമ്മൾ ബന്ധിക്കാനായിട്ട് ആളല്ല. പിശാചിനെ ബന്ധിക്കണമെങ്കിൽ പിശാചിൻ്റെ നേരെ എതിര് സ്വഭാവം വേണമല്ലോ. അങ്ങനൊരു സ്വഭാവമല്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതിന് വല്ല ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധരായ പുരോഹിതർക്കാണ് അധികാരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരുമില്ലെങ്കിൽ പരിശുദ്ധ അമ്മ, വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ, വിശുദ്ധ മിഖായേൽ മാലാഖ നേരിട്ട് വരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ വിശുദ്ധ ഗീവർഗീസിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്നേഹമാണ് വിശുദ്ധ ഗീവർഗീസ് പുണ്യവാനോട്. ചരിത്രവും രേഖകളും എന്തായാലും ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ചില അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായാൽ പിന്നെ മല വന്നാലും പാറ വന്നാലും നമ്മളൊന്നും അതിൽ നിന്ന് അകന്നു പോകുന്ന പ്രശ്നമില്ല. മനുഷ്യർക്ക് പല തെറ്റുകളും പറ്റും, പക്ഷേ ദൈവത്തിന്, ഈശോയ്ക്ക് തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും ഈ വിശ്വാസത്തിൽ നമ്മുടെ ഈശോയുടെ കൂടെ, പരിശുദ്ധ അമ്മയുടെ കൂടെ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധ ജീവിതങ്ങൾ, അവർക്ക് വലിയ കൃപകൾ, ഓരോരുത്തർക്കും ഓരോ കൃപകൾ ഈശോ കൊടുത്തിട്ടുണ്ട്. ഡയോക്ലേഷ്യൻ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ വിശുദ്ധ ഗീവർഗീസ് അതിനെ എതിർത്തു. അപ്പോഴാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. ക്രിസ്തുമതം ഉപേക്ഷിച്ച കുറേ സമ്മാനമൊക്കെ നൽകാമെന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആ ജീവിതം ഉപേക്ഷിച്ചു. പിറ്റേ ദിവസമാണ് ജോർജിൻ്റെ ശിരസ് ഛേദിക്കപ്പെടുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വിശുദ്ധ ഗീവർഗീസിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ അന്ത്യകാലങ്ങളിലാണെന്നറിയാമല്ലോ. സാത്താൻ ആരെ പറ്റിക്കണമെന്ന് വിചാരിച്ച് അവൻ ഓടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വിളിക്കാനുള്ളൊരു നല്ല മധ്യസ്ഥനാണ് വിശുദ്ധ ഗീവർഗീസ്. അതുപോലെ തന്നെ വിശുദ്ധ മിഖായേൽ മാലാഖ. ഇവരുടെ കൂടെയായിരിക്കാം പരിശുദ്ധ അമ്മ നമ്മളുടെ രക്ഷയ്ക്കായി എത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് പുണ്യവാള, ഞങ്ങളെയും ലോകം മുഴുവനെയും സാത്താൻ്റെ പിടിയിൽ അമർന്ന് സ്വന്തം സഹോദരങ്ങളെപ്പോലും കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ജീവിതങ്ങളുണ്ട് സഹോദരങ്ങളെ. നമുക്ക് അവരെയൊക്കെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിനായിട്ട് വിട്ടുകൊടുക്കാം. അവരെ പിശാച് ചങ്ങലക്കിട്ടത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നത്. അവരെ ആ ചങ്ങലയിൽ നിന്ന് രാജകുമാരിയെ രക്ഷിച്ച പോലെ വിശുദ്ധ ഗീവർഗീസ് ശത്രുത വെച്ച് പുലർത്തുന്ന എല്ലാ ജീവിതങ്ങളെയും പിശാചിൻ്റെ പിടിയിൽ നിന്നും കാത്തുകൊള്ളണമേ. നീ നിൻ്റെ വെള്ളക്കുതിരയുടെ പുറത്ത് പടച്ചട്ടയണിഞ്ഞ് കുന്തവുമായിട്ട് വന്ന് ഈ പിശാചിൻ്റെ തലയെ തകർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.
പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിൻ്റെ അന്നാണ് ഞാനിതിന് പോകുന്നത്. എൻ്റെ തലയോട് ബ്രെയിനോട് അനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കണ്ണ് തുറക്കാനും സംസാരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നുണ്ട് ഇന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഞാൻ തേടുകയാണ്. ഇതൊക്കെ ചിലപ്പോൾ ഒരു സാത്താൻ്റെ ഇടപെടലാണെങ്കിൽ, ദൈവം അനുവദിച്ചിട്ട് ഉണ്ടാകുന്ന ഇതാണെങ്കിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥത്താൽ നമുക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു മകളുടെ ഹസ്ബൻഡിന് ഇന്നൊരു വലിയ ഓപ്പറേഷൻ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും ഈ ദിവസം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നു, വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് തന്നെ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളിലേക്ക് വന്ന് സാത്താൻ്റെ ബന്ധനത്തിലാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നൊരു ബുധനാഴ്ച ആയതുകൊണ്ട് വിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക കരുതലും ഞങ്ങൾക്കുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. സാത്താൻ്റെ പിടിയിലമർന്ന് സഹനത്തിൻ്റെ തീച്ചൂളയിലായിരിക്കുന്ന ഓരോ മക്കളും, പലതരത്തിലുള്ള സഹനങ്ങളാണ് സാത്താൻ നമുക്ക് തരിക. രോഗം തന്ന് നമ്മളെ നിരാശപ്പെടുത്തും, ഈശോയിൽ നിന്ന് അകറ്റാൻ. എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? കണ്ടില്ലേ, ഇങ്ങനെയല്ലേ? അങ്ങനെ ഒരു ചിന്ത തന്ന് ഈ രോഗത്തിന് നമ്മളെ ഈശോയിൽ നിന്ന് അകറ്റാൻ കഴിയും. അതുപോലെ തന്നെ വെറുപ്പ്, വൈരാഗ്യ, വിദ്വേഷം വെച്ചിട്ട് സഹോദരങ്ങളെ പോലും കൊല്ലാൻ മാത്രം, കൂടോത്രം ചെയ്യാൻ അത്രമാത്രം സാത്താൻ്റെ പിടിയിൽ അവനെ കൊണ്ടുവരാൻ കഴിയും. അത് ദ്രവ്യാസക്തി മൂലമാണ്. ഇതെല്ലാം നമുക്കിന്ന് ഓർക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. ഇത് വിശുദ്ധൻ ഇടപെട്ടതുകൊണ്ട് മാറും എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈശോ സഹനമാണ് നമുക്ക് അനുവദിച്ചതെങ്കിൽ ആ സഹനത്തിലൂടെ ധാരാളം ആത്മാക്കളെ നേടണമെങ്കിൽ അതങ്ങനെ തന്നെ വരാൻ പാടുള്ളൂ. ഈശോയുടെ ഹിതം നടക്കട്ടെ, നമ്മുടെ ഹിതമല്ല നടക്കേണ്ടത്. എങ്കിലും വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.